மொழி சிறுபான்மை பிரிவினருக்கு ஜாதி சான்றிதழ் கொடுப்பதில் உள்ள தடைகளை குறித்து விளக்கமாக பரிசோதனை நடத்தி தேவையான மாற்றங்கள் ஏற்படுத்த மத்திய அரசிடம் ரிப்போர்ட் கொடுக்கப்படும் என்று வருவாய்த்துறை அமைச்சர் கே ராஜன் மத்திய அரசின் விதிமுறைகள் உள்ளதால் தான் ஜாதி சான்றிதழ் கொடுப்பதில் தடை ஏற்பட்டுள்ளதாகவும் அமைச்சர் கூறினார். சட்டமன்றத்தில் പീരിമേഡ് എംഎൽഎ വാഴൂർ സോമനിன் കേൾവിക്ക് அமைச்சர் സബ്മിഷനിൽ பதிலளித்தார். കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്കും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ നിയമതടസ്സം നിലവിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് രേഖകളെല്ലാം കേരളത്തിലേക്ക് മാറ്റിയതിനാൽ അവരുടെ സ്വന്തം സംസ്ഥാനത്തും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. ഈ നിയമം ഭേദഗതി വരുത്തി 1975 മുമ്പ് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാൻ തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമിച്ച ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശ സമർപ്പിച്ചിട്ടുള്ളതായി അറിയുവാൻ സാധിച്ചു. ആയതിനാൽ ഈ വിഷയത്തിൽ പുതിയ നിയമനിർമ്മാണം നടത്തുവാനും ഇടുക്കി മാവട്ടത്തിൽ മൊഴി சிறுபான்மை பிரிவினருக்கு ஜாதி சான்றிதழ் வாங்குவதில் உட்பட உள்ள பிரச்சனைகளை குறித்து சட்டமன்றத்தில் பீரிமேடு எம்எல்ஏ வாழூர் சோமன் எழுப்பிய கேள்விக்கு சப்மிஷனில் வருவாய்த்துறை அமைச்சர் கே ராஜன் பதிலளித்தார். இடுக்கி மாவட்டத்தில் மொழி சிறுபான்மை பிரிவினர் ஜாதி சான்றிதழ் வாங்குவதற்கு பல்வேறு சிரமங்கள் நேரிட்டு வருவது தன் கவனத்திற்கு வந்துள்ளதாகவும் அமைச்சர் தெரிவித்தார். இதை குறித்து பல்வேறு போராட்டங்கள் நடத்தப்பட்டு வருவது தன்னுடைய கவனத்திற்கு வந்ததாகவும் அமைச்சர் தெரிவித்தார். അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്തവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളെ സംബന്ധിച്ച് ഈ വിഷയം റവന്യൂ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള തർക്കങ്ങൾക്ക് കാരണവുമാകുന്നുണ്ട്. അപേക്ഷകന്റെ മാതാപിതാക്കളോ പൂർവികരോ 1950 പ്രസിഡൻഷ്യൽ ഓർഡറിന് മുമ്പ് സംസ്ഥാനത്ത് കുടിയേറി സ്ഥിരതാമസമാക്കിയവരും അവരുടെ സമുദായം ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ പട്ടികയിൽ ഉൾപ്പെട്ടതാവുകയും ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് ഈ സംസ്ഥാനത്തു നിന്നും അപ്രകാരമുള്ള സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കും. സർ, 1950 മുമ്പ് കുടിയേറിയവരുടെ തന്നെ സംഗതിയിൽ അവർ ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ പട്ടികയിൽ ഉൾപ്പെടാതെ വരുന്ന കേസുകളിൽ അവർക്ക് ഈ സംസ്ഥാനത്ത് നിന്നുള്ള പട്ടികജാതി പട്ടിക ഗോത്രവർഗ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ല. സാർ, ഇത് റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായമല്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പും പിന്നോക്കക്ഷേമ വികസന വകുപ്പും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പ്രകാരമാണ് റവന്യൂ വകുപ്പ് സാക്ഷ്യപത്രങ്ങൾ അനുവദിക്കുന്നത്. അത്രയേ റവന്യൂ വകുപ്പിനെ അനുവദിക്കാനാവുകയും ചെയ്യുള്ളൂ. மத்திய அரசின் விதிமுறைகளில் மாற்றம் ஏற்படுத்த பல்வேறு அரசு துறைகளை ஒன்றிணைத்து கூட்டம் நடத்தி விரிவான ரிப்போர்ட் கொடுக்கப்படும் என்றும் அமைச்சர் கூறினார். சட்டங்களில் மாற்றம் ஏற்படுத்த தேவையான நடவடிக்கை எடுக்கப்படும் என்றும் இதன் பாகமாக மத்திய அரசிடம் கோரிக்கை முன்வைக்கப்படும் என்றும் அமைச்சர் தெரிவித்தார். ഉത്തരവുകൾ പ്രകാരമാണ് റവന്യൂ വകുപ്പ് സാക്ഷ്യപത്രങ്ങൾ അനുവദിക്കുന്നത്. അത്രയേ റവന്യൂ വകുപ്പിനെ അനുവദിക്കാനാവുകയും ചെയ്യുള്ളൂ. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം നിയമവകുപ്പുകളുമായി ചേർന്ന് വിശദമായൊരു പഠനം നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിനും അങ്ങയുടെ സൂചിപ്പിച്ച നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഈ 3 വകുപ്പിൻ്റെയും മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു യോഗം ചേരാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന്. இதன் பாகமாக மூணார் தேவிகுளம் உட்பட உள்ள இடங்களில் பல்வேறு அரசியல் கட்சிகள் போராட்டம் நடத்தியதும் குறிப்பிடத்தக்கது. நியூஸ் டெஸ்க் மீடியா நெட்.